ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പറയല്ലേ? നീ ബേജാറാവല്ലേ? അല്ല, എന്ന് കരുതി അങ്ങനെ സംഭവിച്ചുകൂടായില്ല. ക്യാപ്റ്റൻ പറഞ്ഞ ക്യാപ്റ്റനോട് പറഞ്ഞാൽ മതി. എല്ലാരും ഉണ്ടാക്കിയില്ലേ? ഞാനല്ലേ കിച്ചൺ ക്യാപ്റ്റൻ. എന്താ കുറിപ്പിയേട്ട കാര്യം? ഇത് കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. എല്ലാരും ഉണ്ടാക്കിയില്ലേ? അധികാരം കാണിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ആയ പോലെ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാർ വരും. ഇപ്പൊ ഇവനാണേലും കടലമാവൊക്കെ ഇട്ട് ഉണ്ടാക്കിയല്ലോ, അതുപോലെ ഞങ്ങളും ഉണ്ടാക്കി. മനസ്സിലായോ? മനസ്സിലായി. എല്ലാരും ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് പറയണത്. എല്ലാരും പറയും, ഒരാളെ മാത്രം പറയല്ലേ. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. ഇപ്പം കടലമാവ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്നോട് ഒന്ന് കിച്ചണിൽ നിങ്ങോട്ട് കയറാനാണ് പറഞ്ഞത്. ഒരു തമാശക്കാരി. തമാശ പറഞ്ഞൊന്നും അല്ല, പക്ഷെ തമാശയാണെന്ന് തോന്നും. ഞാൻ കേറാൻ പറ്റൂല കിച്ചണില്. എന്താ പറ്റില്ല? എന്താ കിച്ചണിൽ കയറിയാ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ കൂടെ പോയാല്? ഇത്രയും കാലത്തെ പ്രവർത്തന രീതികൾ അങ്ങനെയല്ലോ. എന്താ ബാക്കി എല്ലാരും കയറിയല്ലോ, അപ്പൊ ഞങ്ങൾക്ക് എന്താ കയറാൻ പറ്റൂലേ? പോകണ്ട. ഏത് ബാക്കിയുള്ളവരെല്ലാരും ആര് കയറി? അക്ബർക്ക കയറി, ആര്യൻ കയറി, മറ്റേ സാബ് കയറി. ബാക്കിയുള്ളവൻ എന്ത് വിചാരിക്കുന്നു അയാൾക്കറിയണ്ടല്ലോ. സ്വന്തം കാര്യം നടക്കണം. ഇതൊന്നും സമ്മതിച്ചില്ല, ഇതൊന്നും അനുവദിച്ചു തരൂല. അക്ബർക്ക് നബിനോട് എന്നാ ചോദിച്ചത്? വെറുതെ കോമാളിയാവാണ്ട് പോടാ. ഇവര് കടലമാവ് രാത്രി എടുത്തുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ എന്താ പറഞ്ഞത്? ഓഹോ, അപ്പൊ അത് തന്നെ. അങ്ങനെ വരട്ടെ, എനിക്ക് അപ്പോഴേ സംശയം തോന്നി. ഷാനവാസ്കല്ലേ കിച്ചൺ ക്യാപ്റ്റൻ? അനുവല്ലല്ലോ അല്ലെ? അനുവിന്റെ അനുവാദം കൊണ്ടാണോ അവിടെ ചെയ്യേണ്ടതല്ലേ നിങ്ങൾ ചോദിച്ചത്? എന്ത് പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഇപ്പൊ എങ്ങനെ ഇരട്ടത്താപ്പ് നിങ്ങൾ? ഇതിപ്പോ വീക്കെൻഡ് ആണ് ഷാനവാസ്ക. താൻ കൊണ്ടുപോയി നുണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. നുണയല്ല സാറേ, എന്നെ വിശ്വസിക്കേ. താൻ ന്യായീകരിച്ച് ഉള്ള ഊർജ്ജം കളയണ്ട.